മുഖ്യമന്ത്രി പ്രഖ്യാപനം ഞായറാഴ്ചയോടെ ഉണ്ടായേക്കും. മുഖ്യമന്ത്രി ചർച്ചയിൽ 3 ഘടകങ്ങളാണ് നിരീക്ഷകർ പരിശോധിച്ചത്. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം. ഇതാണ് നിർണായകമായ 3 ഘടകങ്ങൾ. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, ഞായറാഴ്ച അറിയും, ഉറപ്പിക്കാമോ? കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ അതിലൊരു അന്തിമമായൊരു വാക്ക് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ പ്രകാരം ഞായറാഴ്ചയോട് കൂടി പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഒരു കൗതുകകരമായ മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാനുണ്ട്. കാരണം KC വേണുഗോപാലിനെതിരെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ ഒരു ഫ്ലെക്സ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ KC വേണുഗോപാൽ ജനവിധിയെ മാനിക്കണം, ചോറ് കഴിക്കുന്ന ഒരു മലയാളി, നയിച്ചവൻ നയിക്കട്ടെ എന്ന പേരിലാണ് അത് അത്തരമൊരു ഫ്ലെക്സ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്തായാലും KC വേണുഗോപാലിന്റെ ചിത്രം സഹിതമാണ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിന്റെ വീടിന് മുൻപിൽ തന്നെ ഇത്തരത്തിലൊരു ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. KC വേണുഗോപാലിനെതിരെയാണ് ഈ ഫ്ലെക്സ് ഉള്ളത്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരുടെ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഫ്ലെക്സ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് തൊട്ടു മുൻപിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള ഇന്ന് നടന്ന യോഗത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രധാനമായും നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെയെ ധരിപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ അടിസ്ഥാനമാക്കിയത് പ്രധാനമായും 3 ഘടകങ്ങളാണ് എന്നത് തന്നെയാണ്. MLA-മാരുടെ അഭിപ്രായം, അതുകൂടാതെ സഖ്യകക്ഷികളുടെ നിലപാട്, പൊതുജന വികാരം, അതായത് വോട്ട് ചെയ്ത ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ വികാരം. ഈ 3 ഘടകങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകൾ ആയിട്ടുള്ള നേതാക്കളെ ഇന്ന് തന്നെ ദേശീയ നേതൃത്വം ഫോണിൽ ബന്ധപ്പെട്ടേക്കുമെന്നും സൂചനയുണ്ട്. രാഹുൽ ഗാന്ധിയെ ഈ വിവരം അറിയിക്കും. രാഹുൽ ഗാന്ധി നിലവിൽ ഡൽഹിയിലില്ല. അദ്ദേഹം ഇന്ന് ഗുരുഗ്രാമിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹരിയാനയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇപ്പോൾ ഈ നിരീക്ഷകർ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരം അറിയിക്കും. അതിനുശേഷം ഈ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്ന 3 നേതാക്കളുമായും ഫോണിൽ ബന്ധപ്പെടും. ശേഷം ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ഇവിടെ കാര്യമായ ഒരു ചർച്ച തന്നെ ഡൽഹിയിൽ നടക്കും. ഒരു അവസാന ശ്രമം കൂടി നേതാക്കൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തങ്ങളുടെ അവകാശവാദം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ലഭിച്ചേക്കും. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഞായറാഴ്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നടന്ന യോഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ. കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങളാണ് ഈ വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. ഞായറാഴ്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി കണക്കിലെടുത്താണെങ്കിൽ ഈ ഞായറാഴ്ചയോട് കൂടി നമുക്ക് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് അറിയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീജ. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം.